ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നമ്മുടെ എക്സാമിനെ പറ്റിയുള്ള ഒരു സിലബസ് അനാലിസിസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാം മുമ്പിലുണ്ടെങ്കിൽ സിലബസിനെ കൃത്യമാക്കി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം സിമ്പിളാകും. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷമുള്ള എക്സാം എന്ന് വെച്ചാൽ 40 മാർക്കായിരുന്നു. 40 ക്വസ്റ്റ്യൻ ഇൻറ്റു 2, അതായത് 80 മാർക്ക്. 80 മാർക്കിൻ്റെ റിട്ടൺ എക്സാമും അല്ലാതെ വെയിറ്റേജ് ഒരു 20 മാർക്കും ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബുദ്ധി പരിശോധന 40 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 20 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ 7ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിച്ച സയൻസ്, SS, അതുപോലെ തന്നെ സയൻസ്, SS, മാത്സ്, ആ ഒരു ഏരിയയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. അത് സിമ്പിളാണ്, നമുക്ക് വളരെ സിമ്പിളായി കിട്ടും. കാര്യം നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ 7ാം ക്ലാസ്സുകളിലും 6 ആ ഒരു റേഞ്ചിൽ പഠിച്ച ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ടുള്ളത്. 7ലാണ് മെയിൻ ക്വസ്റ്റ്യൻസ് ഉള്ളത്. പിന്നെ മദ്രസ നിലവാരത്തിലുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ഓപ്ഷന് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, മൈനസ് മാർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ഇവിടെ ഉള്ളത്. പിന്നെ വെയിറ്റേജ് ഉള്ളത് അവിടെ നമുക്ക് നോക്കണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ വെയിറ്റേജ് ഒക്കെ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ 40 ക്വസ്റ്റ്യൻ പഠിച്ച് 80 മാർക്ക് നമുക്ക് ക്ലിയർ ആവണം. ഓക്കെ, അതിനു വേണ്ടി ആകണം നാം പഠിക്കേണ്ടത്. പിന്നെ നമുക്കറിയാം എൻട്രൻസിൻ്റെ എക്സാം നടക്കുന്നത് ഏപ്രിൽ 14-നാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ വളരെ കുറവാണ്. ആ ഓരോ ദിനങ്ങളും നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 40 ചോദ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഓരോ ചോദ്യത്തിനും 2 മാർക്ക്. അങ്ങനെയായിരുന്നു എക്സാം. 40 ചോദ്യം 2 മാർക്ക്, അതായത് 14 × 2 80 മാർക്ക്. ആ ഒരു രീതിയിലാണ്. പിന്നെ നോ നെഗറ്റീവ്സ്, നെഗറ്റീവ് മാർക്കില്ല. അതായത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്, ഇനി അറിഞ്ഞില്ലെങ്കിൽ കൂടിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യനിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാം. അതാണ്ട് അക്ബർ സ്ഥാപിച്ച സൈനിക സംവിധാനം എന്താണ്? മൻസബ്ദാരി അല്ലേ? നമുക്കറിയാവുന്ന SS, സ്കൂളിലെ SSC എന്ന് ചോദിച്ചിട്ടുള്ള സൂഫി പ്രസ്ഥാനം, അത് SSC എന്ന് ചോദിച്ചിട്ടുള്ള ഭരണഘടന നിലവിൽ വന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എസ്റ്റാബ്ലിഷ് ആയത് എന്നുള്ളത്. ഇനി ഭരണഘടനയുടെ ശില്പി. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏത് ഏരിയ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി കരവസ്തുക്കളിൽ താപം. കരവസ്തുക്കൾ എന്ന് വെച്ചാൽ സോളിഡ്. അപ്പോൾ ഇത് നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി സാധാരണ ഒരു മനുഷ്യൻ്റെ ബോഡി ടെമ്പറേച്ചർ, അതും സയൻസാണ്. ഇനി അടുത്തത് ഭൂമിയുടെ നിഴലുമായി, ജോഗ്രഫി, SS ആണ്. ഇനി അടുത്തത് ഭൂമിക്ക് ഒരു തവണ സൂര്യന്, അത് SS ആണ്. ഇനി അടുത്തത് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ, ഇതും സയൻസിൽ നിന്ന്. അപ്പം ഏകദേശം 9 ഇതൊരു പോയമാണ്. പോയമൊക്കെ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു പാരഗ്രാഫ് വായിച്ച് അതിനെ ബേസ് ചെയ്താണ് ഈ ആൻസർ അത്രയും എഴുതുന്നത്. അത് കഴിഞ്ഞ് 13 പരപ്പളവ്. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടോ? പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിലെ കണ്ടുപിടിക്കുന്ന. പിന്നെ ഇതിൻ്റെ ഡെസിമൽ കളഞ്ഞിട്ടുള്ള ഡെസിമൽ പോയിൻ്റ് കണ്ടുപിടിക്കാൻ. ഇനി അടുത്തൊരു ശൈലി, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന പഠിച്ച പണി 18 നോക്കി അല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. പിന്നെ അങ്ങോട്ട് താഴേക്ക് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന റീസണിങ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്, അതായത് 20 ക്വസ്റ്റ്യൻസ് ഏതിനുണ്ടാകും? റീസണിങ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനാണ്, റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ റീസണിങ് ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാം. ബാക്കിയുള്ള കുട്ടികളെക്കാൾ ഏറ്റവും മുന്നിലെത്താനും സാധിക്കും. ഇവിടെ എല്ലാം ചോദിച്ചിട്ടുള്ള ഇതെല്ലാം റീസണിങ് ക്വസ്റ്റ്യനാണ്. പിന്നെ ഒരു എൻവയോൺമെൻറ്റ്, കോഡിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ടത്. പിന്നെ ഇവിടെ സ്പീഡ് വരുന്ന, സ്പീഡും ഡിസ്റ്റൻസും ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതും ഡീകോഡിങ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം നമുക്ക് ചെയ്യാം. എല്ലാം നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം വ്യത്യസ്തമായത് കണ്ടെത്തുക, ഓഡ് വൺ ഔട്ട്.
അങ്ങനെ വന്നു 35 ക്വസ്റ്റ്യൻ വരെ നമ്മൾ കവർ ചെയ്തു. ഇവിടം വരെ റീസണിങ്. ആദ്യത്തെ സ്കൂളിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞ് ഫുള്ള് റീസണിങ്. ഇനി പ്രവാചകന്മാരിൽ നിന്നുമുണ്ടായ അസാധാരണമായ സംഭവങ്ങളാണ്. എന്താണ്, കറാമത്താണോ മൊയ്ജിസത്താണോ? അപ്പോൾ നമുക്കറിയാം മൊയ്ജിസത്ത്. ഇത് നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻസാണ് അവസാനത്തെ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും മനസ്സിലാവുന്ന കാര്യം റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ. റീസണിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന് 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഈ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ചാൽ എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? ഈ റീസണിങ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മുടെ സ്കൂളിലെയും മദ്രസയിലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ക്വസ്റ്റ്യൻ സ്കൂളിൽ ഒരു 15ഉം മദ്രസ 5ഉം. ഓക്കെ, സ്കൂളിലെ എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യും? സ്കൂളിലെ ക്വസ്റ്റ്യനും കിട്ടും, മദ്രസയിലും കിട്ടും. ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ റീസണിങ് എന്നുള്ള ഒരു ഏരിയ ആണ് എല്ലാവരും തെറ്റിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയും റീസണിങ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിലബസ്. ഓക്കെ.